وأحسن منك لم ترى قط عيني. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കഠിന പ്രയത്നത്തിനൊടുവിൽ അബ്ദുൽ മുത്തലിബ് സംസം കിണർ തുറന്നു. അതിൽ നിന്ന് ജലപ്രവാഹം വന്നു തുടങ്ങി. ഹാജിമാർക്കും മറ്റു ഉപയോഗപ്പെടുത്താനുള്ള സൗകര്യം അദ്ദേഹം ഏർപ്പെടുത്തി. അതോടെ അബ്ദുൽ മുത്തലിബിൻ്റെ കീർത്തിയും പെരുമയും ഉയർന്നു. പക്ഷേ സങ്കടം മറ്റൊന്നായിരുന്നു. ആദ്യകാലത്ത് 6ഓളം ഭാര്യമാരുണ്ടായിട്ടും ആകെ ഒരു കുട്ടി മാത്രമേ അബ്ദുൽ മുത്തലിബിനുണ്ടായിരുന്നുള്ളൂ. അതേസമയം സഹോദരന്മാർക്കൊക്കെ 8ഉം 10ഉം മക്കളുണ്ടായിരുന്നു. അത് അബ്ദുൽ മുത്തലിബിനെ വല്ലാണ്ട് സങ്കടപ്പെടുത്തി. എനിക്ക് 10 മക്കളെ നൽകണേ എങ്കിൽ ഒരു കുട്ടിയെ യൗവനകാലത്ത് തന്നെ അള്ളാഹുവിനു വേണ്ടി ബലി നൽകാമെന്ന് അബ്ദുൽ മുത്തലിബ് സദാസമയം അള്ളാഹുവിനോട് ദുആ ചെയ്തു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അബ്ദുൽ മുത്തലിബിന് 10ഓളം മക്കളുണ്ടായി. അതിൽ ഇളയ മകനായിരുന്നു അബ്ദുള്ള റളിയല്ലാഹു അൻഹു. മക്കളൊക്കെ വളർന്നു വലുതായി. അബ്ദുള്ള യൗവനത്തിലേക്ക് പ്രവേശിച്ചു. അതോടൊപ്പം 10 മക്കളിൽ അബ്ദുള്ളയോട് അബ്ദുൽ മുത്തലിബിന് വേറിടാത്ത സ്നേഹവും വാത്സല്യവുമായിരുന്നു. അതുപോലെ നാട്ടുകാർക്കിടയിലും സ്വഭാവ മഹിമ കൊണ്ടും പക്വത കൊണ്ടും വ്യക്തിത്വം കൊണ്ടും അബ്ദുള്ളക്ക് സവിശേഷ സ്ഥാനമായിരുന്നു. അങ്ങനെയിരിക്കെ അബ്ദുൽ മുത്തലിബിൻ്റെ നേർച്ച വീടാനുള്ള സമയമെടുത്തു. അദ്ദേഹം എല്ലാ മക്കളെയും പേരെടുത്ത് നറുക്ക് ആരംഭിച്ചു. നറുക്കിൽ തൻ്റെ ഇളയ മകൻ അബ്ദുള്ള വരരുതേ എന്ന മനസ്സോടെ നറുക്കിട്ടപ്പോൾ അബ്ദുള്ളക്ക് വീണു. അബ്ദുള്ളയെ ബലി കൊടുക്കാൻ മനസ്സില്ലാത്തത് കൊണ്ട് പകരം 10 ഒട്ടകം എന്ന നിയമപ്രകാരം മറ്റൊരു നറുക്കിട്ടു. വീണ്ടും അബ്ദുള്ളയുടെ പേര് തന്നെ വന്നു. അങ്ങനെ 10ഓളം പ്രാവശ്യം തുടർന്നുവെങ്കിലും അബ്ദുള്ളയുടെ പേരല്ലാതെ മറ്റൊരു പേരും നറുക്കിൽ വീഴുന്നില്ല. പക്ഷേ നാട്ടുകാരും നാട്ടുപ്രമാണിമാരും അബ്ദുൽ മുത്തലിബിനെ അനുവദിച്ചില്ല. അബ്ദുള്ള മക്കക്കാർക്ക് അഭിമാനവും സൗഭാഗ്യവുമാണ്. അതുകൊണ്ട് നിങ്ങൾ ബലി കൊടുക്കരുത് എന്ന് അവർ പറഞ്ഞു. അബ്ദുൽ മുത്തലിബിനോട് കേണപേക്ഷിച്ചു. അവസാനം അബ്ദുള്ളക്ക് പകരം 100 ഒട്ടകത്തെ അറുത്തു. പിന്നീട് അവരിലൂടെയാണല്ലോ ലോകത്തിൻ്റെ മുഴുവൻ സൗഭാഗ്യവും പിറന്നു വീണത്.